ഇളം കാറ്റ്, ഇറ്റിറ്റ് വീഴുന്ന മഴത്തുള്ളികൾ, ഇതൊക്കെ ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരുന്ന നിന്നെയാ, നിന്റെ പ്രണയത്തെയാ. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീണു പറയുന്നു, മഴ, ആ മഴത്തുള്ളികളുടെ ശബ്ദം, ആ തുള്ളികൾ മണ്ണിൽ ചേരുമ്പോഴത്തെ പുതുമണം, ഇതെല്ലാം ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരുന്ന പ്രണയമല്ലേ. ഒരുപാട് സത്യനന്ദിക്കാട് സിനിമകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് മഴയത്ത് ഒരു വാഴയിലേക്ക് പിടിച്ചിട്ട് നടന്നു പോകുന്ന നായകനെയും നായികയും. ആരോ ഒരിക്കൽ പറഞ്ഞു, അങ്ങനെയും പ്രണയം തോന്നാന്ന്. ആ മഴ തീരുന്നവരെയുള്ള പ്രണയങ്ങൾ. മഴ വരുമ്പോൾ വാഴയില പിടിക്കുന്ന ആരെയും നമ്മളിപ്പോൾ നമുക്ക് ചുറ്റും കാണാറില്ല. എന്നാൽ ഒരു കൊടക്കീഴിൽ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ആ തണുപ്പത്ത് നടന്നു പോകുന്ന ഒരു റൊമാൻറ്റിക് എക്സ്പീരിയൻസ് അല്ലേ. അല്ലെങ്കിൽ അയാളുടെ കൂടെ ഒരു കോഫി ഷോപ്പിൽ മഴ ആസ്വദിച്ച് ഒരു കപ്പ് കാപ്പി കുടിച്ചിരിക്കാൻ കൊതി തോന്നിയിട്ടില്ലേ. മഴ പ്രണയത്തെ ഇൻറ്റൻസ് ആക്കാറല്ലേ. പ്രണയം മനോഹരമാ, പക്ഷെ ഒരുപാട് പ്രശ്നങ്ങൾ ഈ പ്രണയത്തിൽ വരാറുണ്ട്. സംശയമാണ് നമുക്കെപ്പോഴും. ഇപ്പോൾ അത്ര ഒരു സംശയം ചോദിക്കുന്ന സജുവാണ്. 6 മാസമായി ഞാൻ ഒരു പെണ്ണിന്റെ പുറകെ കിടക്കുന്നു. ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റൊക്കെ അവൾ മേടിച്ചു വെക്കാറുണ്ട്, എന്നെ നോക്കി ചിരിക്കാറുണ്ട്. പക്ഷെ ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അക്ഷരമില്ല. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ കുട്ടി ഒരു യെസ് പറയാത്തതിന് ഒരുപാട് കാരണങ്ങളുണ്ടാവാം. മീനു, എന്തായിരിക്കും അതിന്റെ ഒരു റീസൺ? എനിക്ക് തോന്നുന്നത് ആ കുട്ടിക്ക് ശരിക്കും ഇഷ്ടം തന്നെയാ, പക്ഷെ പറയാനുള്ളൊരു പേടിയായിരിക്കും. പക്ഷെ മീനു, ഇത്രയും ഗിഫ്റ്റ്സ് ഒക്കെ മേടിക്കാൻ ധൈര്യം ഉണ്ടെങ്കിൽ ഇഷ്ടമാണെന്നും കൂടി സമ്മതിക്കാൻ ധൈര്യം കാണില്ലേ? അത് മിക്കവാറും വീട്ടുകാരെ പേടിച്ചിട്ടായിരിക്കും. എന്താ നിങ്ങളുടെ അഭിപ്രായം? സജുവിനെ എന്താ ചെയ്യണ്ടേ? അതുകൂടാതെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ഒരു ചോദ്യം ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് ചോദിക്കണോ? എന്നാൽ 56070 മെസ്സേജ് അയച്ചാൽ മതി. ഫോർമാറ്റ് ക്ലബ് എഫ്എം സ്പേസ് നിങ്ങളുടെ പേര്. കുറച്ചൊന്ന് ആലോചിക്കേണ്ട ചോദ്യമാണ് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുവിൻ്റെ അടുത്ത് സജു ചോദിച്ചത്. എന്നാലും അതിന്റെ ഉത്തരം ഇപ്പൊ പറയാൻ പോകുന്ന വിഷ്ണുവാണ്. എന്തായിരിക്കും വിഷ്ണു സജു ചെയ്യണ്ടേ? എന്തായിരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ? കിട്ടുന്നിടത്തോളം ഗിഫ്റ്റ് എല്ലാം പുറത്തേന്ന് വിചാരിച്ചിട്ടായിരിക്കും. അതായത് ആ കുട്ടിക്ക് തിരിച്ച് സ്നേഹം ഇല്ലാന്നോ? അതെ. അതെന്താ അങ്ങനെ പറയാൻ കാര്യം? അങ്ങനെ ആയിക്കൂടെ? അങ്ങനെ ആവാൻ പറ്റും, അത് തന്നെയായിരിക്കും റീസൺ. അതും ആവാമല്ലോ. ഇപ്പം ഒന്നില്ലെങ്കിൽ ആ കുട്ടി ഇഷ്ടം ഉണ്ടായിട്ടും അത് അറിയിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കാം, അതൊറ്റ ചാൻസ്. പക്ഷെ ഇന്നത്തെ കാലത്ത് കൂടുതൽ ചാൻസ് ഞാൻ ആദ്യം പറഞ്ഞ കേസ് തന്നെയായിരിക്കും. അപ്പൊ പറ്റിക്കുമായിരിക്കും. തീർച്ചയായും അവന്റെ സമയം വേസ്റ്റ് ചെയ്യുവാന്നാണ് പറയുന്നത്. സമയം മാത്രമല്ലല്ലോ, ഗിഫ്റ്റ് കാര്യമല്ലോ. അപ്പൊ പൈസ വേസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. കൺഫർമേഷൻ കിട്ടിയതിനു ശേഷം എന്തോരം ഗിഫ്റ്റ് വേണമെങ്കിലും വാങ്ങിച്ചു കൊടുത്തോട്ടെ. അപ്പൊ തൽക്കാലം ഗിഫ്റ്റ് കൊടുക്കൽ നിർത്താൻ പറയാം. പുറകെ നടന്നോട്ടെ, അതാകുമ്പോ ചെലവില്ലല്ലോ. ഓക്കെ, താങ്ക് യു വിഷ്ണു. ഓക്കെ. ഇത് പാക സംശയത്തിലായല്ലോ. മീനു പറയുന്ന ആ കുട്ടി പേടിച്ചിട്ടായിരിക്കും പറയാത്തെന്ന്, വിഷ്ണു പറയുന്നു പറ്റിക്കുമായിരിക്കുമെന്ന്. സത്യാവസ്ഥ ആ പെങ്കൊച്ചിന് മാത്രം അറിയാം. പക്ഷെ നിങ്ങൾക്കൊരു അഭിപ്രായം പറയാട്ടോ. കൂടാതെ ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം. 56070 ഒരു മെസ്സേജ് അയച്ചാൽ മതി. ഫോർമാറ്റ് ക്ലബ് എഫ്എം സ്പേസ് നിങ്ങളുടെ പേര്. പ്രണയത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് ലവ് ഇസ് അൺകണ്ടീഷണൽ എന്ന്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സി. പക്ഷെ ഞാൻ റീനു ഒന്ന് ചോദിച്ചോട്ടെ, നമ്മളൊരാളെ പ്രണയിക്കുമ്പോൾ മനസ്സിൻ്റെ കോണിൽ എവിടെയെങ്കിലും ആഗ്രഹിക്കില്ലേ അത് തിരിച്ചു കിട്ടണമെന്ന്? കൊടുക്കുന്ന അതേ ഇൻറ്റൻസിറ്റി കിട്ടിയില്ലെങ്കിലും കുറച്ചെങ്കിലും തിരിച്ചു വേണമെന്ന് നമുക്ക് തോന്നില്ലേ? അതുകൊണ്ട് എനിക്ക് സജുനോടൊരു കാര്യം പറയാനുള്ളൂ. ആ കുട്ടിയുടെ പുറകെ 6 മാസമല്ലേ നടക്കുന്നു. ഇതുവരെയും പോസിറ്റീവായിട്ട് ആ കുട്ടി പറഞ്ഞിട്ടില്ല. തിരികെ പ്രതീക്ഷിക്കുന്നില്ലെങ്കിൽ എത്ര കാലം വേണേ സ്നേഹിക്കാട്ടോ. പക്ഷേ തിരിച്ചു വേണമെന്നൊരാഗ്രഹം ഉണ്ടെങ്കിൽ ഇനി ആ കുട്ടിയുടെ പുറകെ നടക്കാവോ? പിന്നെ അതൊരു വേദനയായി മാറിയാലോ? ഒന്നുണ്ട്, പ്രണയം പ്രതീക്ഷയുടെ വേറൊരു പേരാ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ റീനു ഇന്ന് പോവാം. നാളെ രാത്രി 10 മണിക്ക് തിരിച്ചു വരും. ടിൽ ദെൻ, ടേക്ക് കെയർ. ഗുഡ് നൈറ്റ്.